ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം. അപ്പോൾ രാവിലെ തന്നെ ജിൻജോയും ജാസ്മീനും കൂടി തുടങ്ങിയിട്ടുണ്ട് അവരുടെ കളികളെല്ലാം. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഗെയിം പ്ലാൻ പോലെ അവർ സംസാരിക്കുന്നത് അവരുടെ ഗെയിമിനെ കുറിച്ചൊക്കെ സംസാരിക്കേണ്ടത്. ഞാൻ പറഞ്ഞ മിക്കവാറും ഒരു ഗെയിം പ്ലാൻ തുടങ്ങാനാണ്. ഒന്നാമത്തെ കാര്യം ജിൻജോൻ്റെ മെയിൻ കണ്ടൻറ്റായ റസ്മിനില്ല. സാധാ ജിൻജോൻ്റെ ഏറ്റവും കണ്ടന്റ് ഇട്ടുന്ന ആൾക്കാർ റസ്മിനും നമ്മുടെ ഗബ്രി അവർ രണ്ടുപേരും പോയി. ഇനി ആകെയുള്ള ജാസ്മിൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ജാസ്മിനും റസ്മിനും ഇല്ല, വേറെ ആരുമില്ല. അപ്പോൾ രണ്ടുപേരും കൂടിയിട്ട് ഒരു ടോം ആൻഡ് ജെറി ഗെയിമാണ് പ്ലാൻ ചെയ്യുന്നത്. അവിടെ നിന്നൊരു വലിയ തല്ലുകൊടുത്തൊന്നുമില്ല. ജിൻഡോ പറയുന്നത് നിന്റെ മുടി വെപ്പ് മുടി വീരാണ് നോക്കിക്കോ. അപ്പം തിരിച്ച് ജാസ്മിന് പറയുന്നുണ്ട് എൻ്റെ മുടി വെപ്പാ നിങ്ങൾക്ക് എങ്ങനെ അറിയാം, നിങ്ങൾ തൊട്ട് നോക്കിയിട്ടുണ്ട്, നിങ്ങളെ ഫുഡ് എന്താണ് വായിൽ വെക്കാൻ കൊള്ളത്തെ പൊട്ട ഫുഡാണ്. അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇങ്ങനെ ചോറിന് ചൊറിയണോ ഭയങ്കര ഇഷ്ടമാണല്ലോ. ജാസ്മിനാണെങ്കിൽ അത് ഏറ്റുപിടിച്ച് മാന്തി കൊടുക്കുകയാണ്. ആ രണ്ടുപേരും രണ്ട് പറ്റിയ ആൾക്കാരാണ്. അപ്പോൾ തൊട്ടപ്പോൾ നന്ദന നോക്കി ഇപ്പോൾ ചിരിച്ചുകൊണ്ടൊക്കെ ഉണ്ട്, ഇടപെടൊന്നുമില്ല. പിന്നെ രണ്ടുപേരാണ് കുക്ക് ചെയ്യണത് അവിടെ നിന്നിട്ട്. ഇപ്പം രണ്ടുപേര് സംസാരിക്കേണ്ടത് രണ്ടുപേരുടെ ഗെയിം പ്ലാന് എന്താണ് നമുക്ക് 2 ദിവസത്തിൽ അറിയാൻ പറ്റുമെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ചെന്ന് വെച്ചാൽ ഈ രണ്ടുപേരാണ് ഏറ്റവും കൂടുതൽ ടോപ്പ് നിൽക്കാൻ. ടോപ്പ് 2 തന്നെ രണ്ടുപേരാണ് ഇവർ. അപ്പോൾ ഇവർക്ക് അറിയാം, അത് ഏറ്റവും സപ്പോർട്ടുള്ളവർ. പ്രത്യേകിച്ച് ജാസ്മിൻ നല്ലപോലെ അറിയാം, ചില പുറത്തത്തെ കാര്യം നല്ലപോലെ ജാസ്മിൻ അറിയാം. അപ്പോൾ ജാസ്മിൻ അതനുസരിച്ച് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ ഇന്നലെ അവർ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ടോപ്പ് 5 ആരൊക്കെ വരും, പിന്നെ ഗെയിംസിനെ കുറിച്ചും ജിൻഡു പറഞ്ഞ ഗെയിംസ്, ജാസ്മിൻ്റെ ഗെയിംസ്, തെറ്റുകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ മിക്കവാറും ടോം ആൻഡ് ജെറി കളിച്ച് ഇവർ കയറാനാണ് പ്ലാന്. മിക്കവാറും കൂടുതൽ ചാൻസ് അങ്ങനെ തന്നെയാണ്. അപ്പോൾ 2 ദിവസത്തിൽ നമുക്ക് അറിയാൻ പറ്റും, ഈ വീക്കെൻഡോട് അറിയാൻ പറ്റും ഇവരുടെ പ്ലാനിങ് എന്താണെന്നൊക്കെ. രണ്ടുപേരും എന്ന് വെച്ചാൽ രണ്ടുപേർക്ക് കണ്ടന്റ് ഉണ്ടായിരുന്നു. ആ കണ്ടന്റ് ആ 2 കണ്ടന്റ് ആൾക്കാർ പോയി. ഇപ്പം ജിൻഡോക്ക് റസ്മിനും ഗബ്രിയാണ് ഏറ്റവും മെയിൻ, പിന്നെ ജാസ്മിനുണ്ട്. ഇവരാണ് ഏറ്റവും മെയിൻ. രണ്ടുപേരും ഇനി ജാസ്മിൻ മാത്രമേ ഉള്ളവർക്ക്. അപ്പോൾ ജാസ്മിനായിട്ട് പിടിച്ച് നിൽക്കണേൽ ഏത് രീതിയിൽ നോക്കുന്ന പ്ലാനിങ് ആണ് ഇവരുടെ. അപ്പോൾ നമുക്ക് നോക്കാം ഏതായിരിക്കും എന്നൊക്കെ. എന്തായാലും ഇനി വരാനുള്ള ടാസ്ക് എല്ലാം ഇവരുടെ ബേസിലായി വെച്ചാൽ ഇപ്പം ഇനി ബിഗ് ബോസ് കൊണ്ടുപോകുന്നത് ഇവർ രണ്ടുപേരാണ്. ഇവർ രണ്ടുപേര് പോയാൽ പിന്നെ ബിഗ് ബോസ് ഇല്ല ശരിക്കും പറഞ്ഞാൽ. ഇപ്പം ഇവരുടെ കണ്ടന്റ് ബേസ്ഡായിരിക്കും ബിഗ് ബോസ് പോകുന്നതും കാര്യങ്ങൾ നടക്കുന്നതൊക്കെ എല്ലാം. ഇപ്പം ഇതോടെ വേറെ ഫൈറ്റൊന്നും നടന്നിട്ടില്ല. ഇപ്പം ഇനി ഫൈറ്റ് കിടക്കണേണ്. ഇനി വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ മറ്റേ കട്ടകൾ കൊണ്ട് വെക്കുന്ന ഫൈറ്റ് ഉണ്ട്, അതിൽ നല്ല ഫൈറ്റ് ഉണ്ട്. അത് ഇപ്പോൾ ആയിട്ടില്ല. ഇപ്പം മോർണിംഗ് ആക്ടിവിറ്റി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും എന്തായാലും ഫൈറ്റ്. ആ ഫൈറ്റിലായിരിക്കും നമുക്ക് ഇവരുടെ ശരിക്കുള്ള ഒന്നാമത്തെ ഗെയിം പ്ലാൻ ഫസ്റ്റ് റൗണ്ട് കാണാൻ സാധിക്കുന്നത്. അതറിയാൻ പറ്റും ഇവരെന്തായിരിക്കും. അപ്പോൾ ഇവർ സപ്പോർട്ട് നിൽക്കുമോ അല്ലെങ്കിൽ ഇവരെതിർ നിൽക്കുമോ അല്ലെങ്കിൽ ഇവരെന്ത് പ്ലാൻ ചെയ്തിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ വീക്കെൻഡോടെ എന്തായാലും ഒരു ഐഡിയ കിട്ടും ഇവരുടെ ഉദ്ദേശം എന്താണ്. ശരിക്കും പറഞ്ഞാൽ ഇവർ നല്ല പക്ക ഗെയിം പ്ലാനറാണ്. രണ്ടുപേരും കണ്ടന്റ് ക്രിയേറ്ററാണ്, ഗെയിം പ്ലാനറാണ്. ബിഗ് ബോസ് സീസൺ 6 തന്നെ ഇവർക്ക് എതിരാളികൾ ഇനി ജിൻഡോക്ക് ജാസ്മിൻ ജിൻഡോ അല്ലാത്ത പിന്നെ ചെറിയ ചെറിയ എതിരാളികളുണ്ട്. അപ്പോൾ അതൊന്നും വലിയ ഇഷ്യൂ അല്ല. ഇവർ രണ്ടുപേരാണ് മെയിൻ. ഇവർ രണ്ടുപേർക്ക് പരസ്പരം ഇവർ തന്നെയാണ്.